ദർശൻ മീഡിയ അവതരിപ്പിക്കുന്ന വോക്സ് ഏഞ്ചലസ് സീസൺ 3 പവർഡ് ബൈ ഡോക്ടർ രാജു ഡേവിസ് ഇന്റർനാഷണൽ സ്കൂൾ മാള. എല്ലാവരെയും 9th എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സ്നേഹത്തിന്റെ ഈ ക്രിസ്തുമസ് നാളുകളിൽ നമ്മുടെ ജീവിതം പ്രകാശിപ്പിക്കുന്നതിനായി നമ്മോട് കൂടി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് സെന്റ് ജെയിംസ് കോളേജ് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ സയൻസസ് ചാലക്കുടി. നമുക്ക് അവിടെ വിശേഷങ്ങൾ ചോദിച്ചറിയാം. താരകങ്ങൾ മിന്നിടുന്നേ മാലോകർ പാടിടുന്നേ മഞ്ഞുമൂടും രാത്രിയിലായി രാജരാജനെ. സോ ഹലോ ഓൾ. സോ എല്ലാവരും റെഡി അല്ലേ? അപ്പൊ നിങ്ങൾ സെന്റ് ജെയിംസ് ഹോസ്പിറ്റൽ ഓഫ് ഫാർമസ്യൂട്ടിക്കൽ സയൻസ്, അപ്പൊ എല്ലാവരും എങ്ങനെയാ നഴ്സസ് ഒക്കെ ആവാൻ പഠിക്കുന്നവരാണോ? സ്റ്റുഡൻസ് അല്ലേ? ഫാർമസ്യൂട്ടിക്കൽസ് ആണ്. ഓക്കെ ഓക്കെ. സോ നിങ്ങളെ കോർഡിനേറ്റ് ചെയ്യണത് ആരാ? നിങ്ങൾ സ്വയം ഒറ്റയ്ക്ക്? ഓക്കെ. സോ നിങ്ങൾ ഏത് പാട്ടാണെന്ന് പാടാൻ പോകുന്നത്? ബെത്ലഹേമിൻ. ഓക്കെ. സോ ഓൾ ദ വെരി ബെസ്റ്റ്. ഡു യുവർ ബെസ്റ്റ്. താങ്ക് യു. ബേത്ലഹേമിലെ താഴ്വരയിൽ മഞ്ഞു പെയ്യുമി പുൽക്കുടിലിൽ പാതിരാവിലെ പൊൻകുളിരിൽ സ്നേഹനായകനാഗതനായി. ബേത്ലഹേമിലെ താഴ്വരയിൽ മഞ്ഞു പെയ്യുമി പുൽക്കുടിലിൽ പാതിരാവിലെ പൊൻകുളിരിൽ സ്നേഹനായകനാഗതനായി. താരകങ്ങൾ മിന്നിടുന്നേ മാലോകർ പാടിടുന്നേ മഞ്ഞുമൂടും രാത്രിയിലായി രാജരാജനെ. താരകങ്ങൾ മിന്നിടുന്നേ മാലോകർ പാടിടുന്നേ മഞ്ഞുമൂടും രാത്രിയിലായി രാജരാജനെ. ചൂടും രാവിൽ കുഞ്ഞിളം കൈകളിൽ പൊൻവീണ മീട്ടി. മഞ്ഞും മാമലയും പൂച്ചൂടും രാവിൽ കുഞ്ഞിളം കൈകളിൽ പൊൻവീണ മീട്ടി. സ്വർഗീയ സൈന്യങ്ങൾ ദൂതുമായെത്തുന്നു കുഞ്ഞു കൈകളിൽ കാഴ്ചയേകിടാനായി. സ്വർഗീയ സൈന്യങ്ങൾ ദൂതുമായെത്തുന്നു കുഞ്ഞു കൈകളിൽ കാഴ്ചയേകിടാനായി. താരകങ്ങൾ മിന്നിടുന്നേ മാലോകർ പാടിടുന്നേ മഞ്ഞുമൂടും രാത്രിയിലായി രാജരാജനെ. താരകങ്ങൾ മിന്നിടുന്നേ മാലോകർ പാടിടുന്നേ മഞ്ഞുമൂടും രാത്രിയിലായി രാജരാജനെ. ലല്ലലാലല്ല 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 ലല്ലലാലല്ല. മിന്നും താരങ്ങൾ കൺചിമ്മിടാതെ കോകിലനാദത്തിൻ കാതോർത്തിരിപ്പു. മിന്നും താരങ്ങൾ കൺചിമ്മിടാതെ കോകിലനാദത്തിൻ കാതോർത്തിരിപ്പു. സ്നേഹത്തിൻ ദീപമായി രാജാക്കളെത്തുന്നു പുണ്യരാവിന് ഓർമ്മയേകിടാനായി. സ്നേഹത്തിൻ ദീപമായി രാജാക്കളെത്തുന്നു പുണ്യരാവിന് ഓർമ്മയേകിടാനായി. താരകങ്ങൾ മിന്നിടുന്നേ മാലോകർ പാടിടുന്നേ മഞ്ഞുമൂടും രാത്രിയിലായി
ബേത്ലഹേമിലെ താഴ്വരയിൽ മഞ്ഞു പെയ്യുമി പുൽക്കുടിലിൽ പാതിരാവിലെ പുൻകുളിരിൽ സ്നേഹനായകനാഗതനായി ബേത്ലഹേമിലെ താഴ്വരയിൽ മഞ്ഞു പെയ്യുമി പുൽക്കുടിലിൽ പാതിരാവിലെ പുൻകുളിരിൽ സ്നേഹനായകനാഗതനായി താരകങ്ങൾ നിന്നിടുന്നേ മാലോകർ പാടിടുന്നേ മഞ്ഞുമൂടും രാത്രിയിലായി രാജരാജനെ താരകങ്ങൾ നിന്നിടുന്നേ മാലോകർ പാടിടുന്നേ മഞ്ഞുമൂടും രാത്രിയിലായി രാജരാജനെ. നല്ലൊരു വൈബ്രന്റ് പെർഫോമൻസ് തന്നെയാണ് നമുക്ക് വേണ്ടി ഇവർ ഒരുക്കിയത്. നമുക്കിനി ജഡ്ജസിലോട്ട് പോകാം. നിങ്ങളുടെ കോറസ് സിംഗിങ് ഞങ്ങളെ ശരിക്കും ക്രിസ്മസിലേക്ക് എത്തിച്ചു. താങ്ക് യു സർ. കാരണം കോറസ് ഭയങ്കര സ്ട്രോങ് ആയിട്ട് നിങ്ങളത് ഡെലിവർ ചെയ്തു. സാധാരണ കോറസിന് ചില സമയങ്ങളിൽ കോറസ് നല്ല പഞ്ചുണ്ടാവും, ചില സമയങ്ങളിൽ പാടുമ്പോൾ ഒരു ലൈഫ് പോകും. പക്ഷെ അങ്ങനെയല്ല, നിങ്ങൾ ആ താരകങ്ങൾ പാടി 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 അവസാനമൊക്കെ ആയപ്പോൾ ശരിക്കും ആ ക്രിസ്മസിൻ്റെ ഒരു ഫുൾ വൈബിലെത്തി നിങ്ങൾ. എക്സലൻറ്റ് സിംഗിങ് കേട്ടോ. താങ്ക് യു സർ. എനിക്ക് 1-2 സെക്കൻഡ്സ് പാടിയത് നിങ്ങൾ രണ്ടുപേരല്ലേ? 2 പേരെ ഉള്ളൂ അല്ലേ? വേറെ ആരും പാടിയിട്ടില്ലല്ലോ? ഓക്കെ. അപ്പോൾ ഒരു ലൈൻ എടുത്ത് അതിൻ്റെ ചില വാക്കുകൾ മാത്രമായിട്ട് നിങ്ങൾ സെക്കൻഡ്സ് പാടി. എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്? കേട്ട് പഠിച്ച ആ പാട്ടിൻ്റെ ഒറിജിനൽ അങ്ങനെയാണ്. ഓക്കെ. അപ്പോൾ അത് തന്നെ നിങ്ങൾ ചെയ്തല്ലേ? ഓക്കെ. പക്ഷെ അത് ആ ഒരു ആ ഒരു സെക്കൻഡ്സും കൂടെ ആ സമയത്ത് ഒരുമിച്ച് വരുമ്പോൾ ആ ഭാഗത്തുമ്പോൾ ഭയങ്കര ഒരു ഫീല്, നല്ലൊരു സുഖം അത് കേൾക്കാനായിട്ട്. അപ്പം ഞാനിങ്ങനെ ആലോചിച്ചു, അത് മുഴുവൻ കിട്ടിയിരുന്നെങ്കിൽ ഒരു അതിമോഹം, അത്രേ ഉള്ളൂ. പിന്നെ എനിക്ക് തോന്നിയത്, ഇപ്പം നിങ്ങൾ 9 പേര് ഫീമെയിലും 3 മെയിലുമാണ് അല്ലേ? അപ്പം മെയിൽ മാത്രമായിട്ട് പാടുന്നൊരു ചെറിയ ഭാഗമുണ്ട് ഇല്ലേ? ആ ഭാഗത്തിപ്പോൾ നിങ്ങൾ ആകെ 3 പേരുടെ വോയിസ് അല്ലേ ഉള്ളൂ. ഇവരിങ്ങനെ നിറഞ്ഞു നിൽക്കുകയല്ലേ. അപ്പോൾ ആ സമയത്ത് എനിക്ക് തോന്നിയത്, നിങ്ങൾ അടുത്ത പ്രാവശ്യമൊക്കെ പാടുമ്പോൾ ആ സമയത്ത് ഒന്നില്ലെങ്കിൽ മെയിൽ അതുപോലെ സ്ട്രോങ് ആയിട്ട് പാടുക, അല്ലെങ്കിൽ 1-2 പേരൊന്ന് ബാക്ക് ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും എന്ന് തോന്നി. അപ്പോൾ കുറച്ചുകൂടി ആ ഏരിയയിൽ സ്ട്രെങ്ത് ഫീൽ ചെയ്യും. അതാണ് ഒരു ഒബ്സർവേഷൻ എനിക്ക് തോന്നിയത്. പിന്നെ നിങ്ങളുടെ മൂവ്മെൻറ്റ്സ് നല്ല നല്ല ഗ്രേസ്ഫുൾ ആയിരുന്നു കേട്ടോ. താങ്ക് യു സർ. പാടിക്കൊണ്ടിരിക്കുമ്പോൾ മൂവ് ചെയ്യണത് അത് നല്ല നല്ല ബ്യൂട്ടിഫുൾ ആയിരുന്നു അത് കാണാൻ. പിന്നെ എനിക്ക് തോന്നി ഇതൊക്കെ നിങ്ങൾ കൊണ്ടുവച്ച സെറ്റിങ്സ് അല്ലേ? അതെ അതെ. ഇതൊക്കെയാണ് അഡീഷണൽ ഒരു പെയിൻ എടുക്കുക എന്ന് പറയുന്നത്. അതിന് അതിൻ്റെതായ ഒരു വാല്യൂ ഉണ്ട് ക്രിസ്മസിന്. പിന്നെ യൂണിഫോമിൻ്റെ നിങ്ങളുടെ കളർ ഇത്തിരി ഡിഫറെൻ്റ് ആണ്, മറ്റുള്ള യൂഷ്വൽ യൂണിഫോമിൻ്റെ കളേഴ്സ് അല്ല, ക്രിസ്മസ് കളേഴ്സ് അല്ല. എനിവേ ഓൾ ടുഗെദർ ഇറ്റ്സ് എ വണ്ടർഫുൾ പെർഫോമൻസ്. താങ്ക് യു സർ. എനിക്കും നിങ്ങളുടെ കോറസ് ഭാഗം ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതായത് ഞാൻ കോറസ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു. കാരണം ഓട്ടോമാറ്റിക്കലി ഞാൻ കോറസ് കേൾക്കുമ്പോൾ ഞാൻ ഇവിടെ ഇരുന്ന് ഇങ്ങനെ ചാടിക്കൊണ്ടിരിക്കുമായിരുന്നു. അത്ര നല്ലതായിരുന്നു. പിന്നെ അവിടെ ഹാർമണി വന്നതും നല്ല കോൺഫിഡൻ്റ് ആയിട്ട് പാടുന്നുണ്ടായിരുന്നു. എനിക്ക് പറയാനുള്ള ചെറിയ 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 കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ, മറ്റേ മെയിൽ പോർഷൻ വന്നത് നമുക്കിങ്ങനെ പെട്ടെന്ന്, നിങ്ങൾ 3 പേരും മാത്രം പാടുന്ന കാരണം നമ്മളിങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ സൗണ്ട് കുറഞ്ഞ പോലെ തോന്നും. അപ്പോൾ ഇതർ ആരെങ്കിലും സപ്പോർട്ട് ചെയ്യുക, ഇല്ലെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടെ നിങ്ങൾ മെലഡി പാടാന്നുള്ളൊരു എന്താ പറയുക, ഒരു ചിന്ത നിങ്ങളുടെ മനസ്സിൽ വേണം ആ സമയത്ത്. അപ്പം നിങ്ങൾ കുറച്ചും കൂടെ സ്ട്രോങ് ആയിട്ടങ്ങ് എടുത്ത് പാടണം. പിന്നെ എനിക്ക് തോന്നി നിങ്ങളെല്ലാവരും നന്നായി ചിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. താങ്ക് യു മാം. എന്നുവെച്ചാൽ അത് ശരിക്കും നമ്മളെ ഒരാളുടെ ചിരി കാണുമ്പോൾ നമുക്ക് ചിരി വരും അല്ലേ? അതുപോലെ തന്നെ നിങ്ങൾ ചിരിക്കുന്ന കാണുമ്പോൾ നമുക്കും ചിരിക്കാൻ തോന്നും നിങ്ങളുടെ ഒപ്പം. അത് കാരണം ചിരിയൊക്കെ കീപ്പ് ഇറ്റ് അപ്പ്. നിങ്ങൾ ഫസ്റ്റ് ഒരു സാധനം പാടുന്നില്ലേ, അതൊന്ന് പാടാവോ? ഓക്കെ. ഇവിടെ നിങ്ങളിപ്പോൾ അത്രയും നോട്ടുണ്ട് അവിടെ. അപ്പം നിങ്ങളത് ഇങ്ങനെ എല്ലാവരും എല്ലാ നോട്ടും കറക്റ്റായിട്ട് പാടാതിരിക്കുമ്പോൾ ചെറിയ ഇങ്ങനെ ഒരു കുഴാമറി പോലൊരു സംഭവം വരുന്നുണ്ട് അവിടെ. അപ്പോൾ നിങ്ങൾ ഫാസ്റ്റിൽ ഒരുപാട് നോട്ട് പാടുക. അപ്പോൾ അതൊന്ന് നിങ്ങൾ എടുത്ത് പ്രാക്ടീസ് ചെയ്താൽ നല്ലതായിരിക്കും. അതായത് ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ഒരു വെപ്രാളം പോലെ വരാതെ
നന്നായിട്ട് പാടിക്കഴിഞ്ഞാൽ നല്ല രസമുണ്ടാവും കേൾക്കാൻ. ഫസ്റ്റ് ഭാഗമാണല്ലോ, നമ്മളൊരു പാട്ട് തുടങ്ങുമ്പോൾ ആദ്യത്തെ ഒരു ഭാഗമാണ്, അപ്പോൾ അത് അത്ര പെർഫെക്റ്റ് ആയിട്ട് തുടങ്ങണം. പിന്നെ അത് ഒരു കാര്യം കൂടെ ചോദിച്ചാൽ, അപ്പോൾ ബോയ്സ് അവിടെ പാടുന്നത് ശരിക്കും ടൂരും അല്ലല്ലോ? ആ ഓക്കെ 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 ശരി. അതെനിക്കൊരു കൺഫ്യൂഷൻ തെറ്റിയതാണോ ഇനി അറിയാൻ വേണ്ടി ചോദിച്ചാൽ. ആയിക്കോട്ടെ. പിന്നെ എനിക്ക് മറ്റേ കാര്യം തന്നെയാണ് തോന്നിയത്. അതായത് നിങ്ങൾ ഹാർമണി പാടുമ്പോൾ നിങ്ങൾ മൊത്തം ലൈനിന് ഹാർമണി പാടാൻ നോക്കണം. അല്ലെങ്കിൽ ആൾക്കാർ പെട്ടെന്ന് സ്റ്റാർട്ടിൽഡായി പോകും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ടൈം ഇങ്ങനെ പെട്ടെന്ന് ഒരു വാക്ക് മാത്രം ഇങ്ങനെ വേറെ മാറിപ്പോകുമ്പോൾ മ്യൂസീഷ്യൻസിന് ചിലപ്പോൾ മനസ്സിലാവും നിങ്ങൾ പാർട്സ് പാടിയതാണെന്ന്. പക്ഷേ സാധാരണ ആൾക്കാർക്ക് മനസ്സിലാവണം എന്നില്ല. അത് പെട്ടെന്ന് ഇങ്ങനെ പിച്ചോട്ടായോ എന്നൊക്കെ വിചാരിക്കും. അത് കാരണം നിങ്ങൾ അതും നമുക്ക് ആ ഒരു സോങ്ങിൻ്റെ ഫ്ലോ വരാൻ നല്ലത് നിങ്ങൾ ആ ഒരു ഇപ്പം നിങ്ങളൊരു വേഴ്സ് റിപ്പീറ്റ് പാടുക. അപ്പോൾ ആ റിപ്പീറ്റ് പാടുന്ന വേഴ്സിൽ നിങ്ങൾ ഫുൾ ഹാർമണി ആയിട്ടങ്ങ് പാടിയാൽ മതി. നിങ്ങൾ ഒരു ലാലാല പാടുന്നില്ലേ ഇടയ്ക്ക് വെച്ചിട്ട്, അതൊന്ന് പാടാവോ? ഇതിൽ നിങ്ങൾ നന്നായി പാടിയിട്ടുണ്ട്. ഇത് നിങ്ങൾ ഒരുപാട് റിപ്പീറ്റ് ചെയ്യുന്നുണ്ടല്ലേ? സെയിം ഫ്രേസ് തന്നെ നിങ്ങൾ 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തു. പിന്നെ വേറെ ഒരു ട്യൂണിൽ നിങ്ങളത് വീണ്ടും 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുക. അപ്പോൾ അതിനെ നിങ്ങൾ കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആക്കാൻ വേണ്ടി കുറച്ച് ഹാർമണി ആഡ് ചെയ്യുവാണെങ്കിൽ നല്ലതായിരിക്കും. ഞാനിപ്പോൾ ഒരു കാര്യം നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കാം. ഓക്കെ, നിങ്ങളിപ്പോൾ ഈ മറ്റേ സാധനം പാടിയില്ലേ, ലല്ലല്ലാലല്ല, ആ സാധനം നിങ്ങൾ 2ാമത്തെ പ്രാവശ്യം ലല്ലല്ലാലല്ല എന്നല്ലേ പാടുന്നേ. ഒരു കുറച്ച് പേര് മറ്റത് തന്നെ പാടണം. അതായത് ലല്ലല്ലാലല്ല നിങ്ങൾ 2ാമത്തെ പ്രാവശ്യം മാറ്റരുത്. ഓക്കെ, കുറച്ച് പേര് മാറ്റണം. നിങ്ങൾ മുകളിൽ നിൽക്കുന്ന ആൾക്കാരൊക്കെ നിങ്ങളൊക്കെ സെയിം സാധനം തന്നെ റിപ്പീറ്റ് ചെയ്യുക. നിങ്ങൾ ലല്ലല്ലാലല്ല പാടാം. ഓക്കെ, മനസ്സിലായില്ലേ നിങ്ങൾക്ക്? ഓക്കെ ഓക്കെ, ഒന്ന് പാടി നോക്കാം. 1 2 3 4. കുറച്ച് പേരുടെ പിച്ചൊക്കെ പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ നിങ്ങളിത് ഒരുപാട് നന്നായി പ്രാക്ടീസ് ചെയ്യുവാണെങ്കിൽ ഇതൊരു നല്ല രസം ഉണ്ടാവും കേൾക്കാൻ. കാരണം അപ്പോൾ അവിടെ ഒരു ഹാർമണിയും വരും, ഒരു വെറൈറ്റിയും വരും. അപ്പം നിങ്ങൾ വേണമെങ്കിൽ നിങ്ങളിനി വേറെ എവിടെയെങ്കിലൊക്കെ ഇത് പാടാൻ പോകുമ്പോൾ നിങ്ങൾ ഈ ഐഡിയ വെച്ചിട്ടൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്ക്, ചിലപ്പോൾ നല്ലതായിരിക്കും. ഓക്കെ ഓക്കെ, ഓവറോൾ നല്ലതായിരുന്നു. നിങ്ങളുടെ നല്ല ഒരു ജോയസ് എനർജിയൊക്കെ നിങ്ങൾ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. സോ യാ, കീപ് ഇറ്റ് അപ്പ്. താങ്ക് യു മാം. നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്? ഞങ്ങൾ ചാലക്കുടി സെൻറ്റ് ജെയിംസ് കോളേജ് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ സയൻസസ്. ഓ, സെൻറ്റ് ജെയിംസിൻ്റെ ഫാർമസ്യൂട്ടിക്കൽ സയൻസസ് കോളേജ്. ഓക്കെ. അപ്പോൾ നിങ്ങൾ വേറെ വേറെ ക്ലാസ്സിലെ കുട്ടികളാണ് എല്ലാവരും? അതെ, വേറെ വേറെ ബാച്ചിൽ നിന്നുള്ള സ്റ്റുഡൻസ് ആണ്. ഫാം ഡിക്കാരുണ്ട്, ബി ഫാംകാരുണ്ട്. ഓക്കെ, നൈസ്. എല്ലാവരും ഹോസ്റ്റലേഴ്സ് ആണോ? അല്ലല്ല, ഡേ സ്കോളേഴ്സ് ആണ് എല്ലാവരും? കുറച്ച് പേര് ഹോസ്റ്റലേഴ്സ് ഉണ്ട്. കുറച്ച് പേര്. ഓക്കെ. ഇതൊക്കെയാണ് ക്രിസ്മസിൻ്റെ ബ്യൂട്ടി. നിങ്ങളിങ്ങനെ പല ക്ലാസ്സിലുള്ളവർ, ചിലർ ഡേ സ്കോളേഴ്സ്, ഹോസ്റ്റലേഴ്സ്, നിങ്ങളൊക്കെ ഒരുമിച്ച് വന്ന് ഇതിന് വേണ്ടി ഒരു എഫേർട്ട് ഇട്ട് അത് പാടാൻ വരുന്നു. അതൊക്കെയാണ് ക്രിസ്മസിൻ്റെ ബ്യൂട്ടി എന്ന് പറയുന്നത്. സോ കീപ് ഇറ്റ് അപ്പ്. ഇറ്റ് വാസ് എ വണ്ടർഫുൾ പെർഫോമൻസ് ആൻഡ് ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. മെറി ക്രിസ്മസ് ടു യു. മെറി ക്രിസ്മസ്. നമുക്ക് വേണ്ടി ഇത്രയും മനോഹരമായ പെർഫോമൻസ് ഒരുക്കിയത് സെന്റ് ജെയിംസ് കോളേജ് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ സയൻസസ് ആണ്. സോ നമുക്ക് അവരുടെ എക്സ്പീരിയൻസ് നോക്കാം. ഹലോ ഓൾ. സോ എങ്ങനെയുണ്ടായിരുന്നു നിങ്ങളുടെ വോക്സ് ഏഞ്ചൽസിന്റെ ആ ഒരു എക്സ്പീരിയൻസ്? അടിപൊളിയായിരുന്നു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പൊ പുതിയതൊക്കെ എന്തെങ്കിലും പഠിക്കാൻ പറ്റിയോ? അപ്പൊ നിങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഇഷ്ടം പോലെ ഡിഫറെന്റ് വെറൈറ്റീസ് ഓഫ് പ്രോപ്പർട്ടീസ് ആയിരുന്നു അല്ലേ? സോ ആരുടെയൊക്കെയായിരുന്നു ഈ ഐഡിയാസ്? എല്ലാവരും. അതൊരു പ്രത്യേകിച്ച് ആ സ്നോമാൻ ഒക്കെ ഉണ്ടാക്കിയത് ഒരു ഔട്ട് ഓഫ് ദ ബോക്സ് ലെവലായിരുന്നു. സോ അടിപൊളിയായിട്ടാണ് നിങ്ങൾ പെർഫോം ചെയ്തത്. ഇനിയും നിങ്ങൾക്ക് ഉന്നതങ്ങളിലേക്ക് ഉയരാൻ പറ്റട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഓൾ ദി വെരി ബെസ്റ്റ്.